പറയൂ. നമസ്കാരം. പ്രണയമാണോ വിവാഹ ജീവിതം? പ്രണയമല്ല വിവാഹ ജീവിതം. ഇനിയൊരു പ്രണയം പാർവതിയുടെ ജീവിതത്തിൽ ഉണ്ടാവും? ഇപ്പൊ ഏറ്റവും കൂടുതൽ എന്റെ മനസ്സിൽ ഞാൻ ആ ഇറങ്ങിപ്പോയ ടൈം, അത് ഞാൻ എന്റെ വീട്ടുകാരോട് ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റായിരുന്നു. അങ്ങനെ ഒരു സംഭവം നടന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് സീരിയലിലെ വലിയൊരു പൊസിഷനിൽ എത്തത്തില്ലായിരുന്നു, തോന്നിയിട്ടുണ്ടോ? ഉറപ്പായിട്ടും എത്തുമായിരുന്നു. കുഞ്ഞിനറിയാം അച്ഛൻ പോയത്. രാത്രി നിന്ന് കരഞ്ഞ് അങ്ങ് തീർക്കും. എന്തുണ്ടെങ്കിലും ഞങ്ങൾ തമ്മിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക. പക്ഷെ ഈ ഒരു കാര്യം ഞാൻ ചേച്ചിയോട് പറയാതെ ആ പാവത്തെ വരെ നീ ചതിച്ചില്ലേ നീ? എന്റെ കുഞ്ഞിന്റെ അച്ഛനാണ്. അപ്പം വിഷമം ഇല്ലാന്ന് നിയമല്ല, വിഷമമുണ്ട്. ആ വ്യക്തി ഇന്ന് ഇത് കാണുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇത്രയും ഉള്ളിൽ വിഷമം ഇരുന്നിട്ട് എങ്ങനെ ഇങ്ങനെ ചിരിക്കാൻ പറ്റുന്നു പാർവതി? എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. കുടുംബവിളക്ക് എന്ന സീരിയലിലൂടെ ജനഹൃദയങ്ങൾ സ്വീകരിക്കുകയും കുടുംബ പ്രേക്ഷകർക്ക് എന്നും ഇഷ്ടമുള്ള നമ്മുടെ എല്ലാവരുടെയും സ്വന്തം പാർവതിയാണ് എന്നോടൊപ്പം ഉള്ളത്. പറയൂ. നമസ്കാരം. നമസ്കാരം. പാർവതി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. ശരിക്കും ജീവിതത്തിൻ്റെ ഒരു യാത്രകൾ എടുത്തു നോക്കുമ്പോൾ ജീവിതം ഇല്ലാതാക്കുകയും അല്ലെ ജീവിതത്തിൽ നഷ്ടം വന്ന കുറേ അനുഭവങ്ങളുണ്ടല്ലേ? ഇന്നും പാർവതിയുടെയാണ് ഇൻ്റർവ്യൂ എന്ന് ആളുകൾ അറിഞ്ഞപ്പം എല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിക്കണമെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. പ്രണയമാണോ വിവാഹ ജീവിതം? പ്രണയമല്ല വിവാഹ ജീവിതം. അല്ല. ഒരുപക്ഷെ കുടുംബവിളക്ക് എന്ന സീരിയലിൽ ആ ഒരു കഥാപാത്രം ഭയങ്കര ഹിറ്റായിരുന്നു അല്ലേ? ആ കഥാപാത്രം ഹിറ്റാകുന്ന സമയത്താണ് ഒരു ഒളിച്ചോട്ടം ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഒരു പക്ഷേ അങ്ങനെ ഒരു സംഭവം നടന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് സീരിയലിലെ വലിയൊരു പൊസിഷനിൽ എത്തത്തില്ലായിരുന്നു, തോന്നിയിട്ടുണ്ടോ? ഉറപ്പായിട്ടും എത്തുമായിരുന്നു. അന്ന് സംഭവിച്ചത് എന്തുവായിരുന്നു? കുടുംബവിളക്ക് തന്നെ തുടങ്ങാം. സീരിയലിലോട്ട് വന്നത്, സീരിയലിലേക്ക് വന്നത് ഇതുപോലെ ചേച്ചി ഇങ്ങനെ നമ്മുടെ ജോസ്, നമ്മുടെ കൺട്രോളർ ജോസ് എൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മുടെ മലയാളി പ്രേക്ഷകരുടെ മൃദുല. അപ്പോൾ അതുവഴിയാണ് എനിക്ക് വന്നത്. അപ്പോൾ എന്നോട് ഇതുപോലെ ഒരു വീഡിയോ എടുത്ത് അയക്കാൻ പറഞ്ഞു, ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോസും അങ്ങനെ എടുത്ത് അയക്കാൻ പറഞ്ഞു. അപ്പം തന്നെ അവർ ഓക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ പ്രൊമോഷൂട്ടിന് വേണ്ടിയിട്ട് വിളിച്ചു. അങ്ങനെ സീരിയലിലേക്ക് കിട്ടിയതാണ് ഏഷ്യാനെറ്റിൽ കുടുംബവിളക്കിലേക്ക്. അങ്ങനെ കുടുംബവിളക്ക് കിട്ടുന്നു. ക്യാമറമാനുമായിട്ട് പ്രണയം തുടരുന്നു. പ്രണയം സംഭവിക്കുന്നത് എങ്ങനെയാണ്? എന്താ ആള് ഇഷ്ടമെന്ന് വന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് സമയം എടുത്ത് തിരിച്ചു ഞാനും പറഞ്ഞു. പാർവതി അല്ല ആദ്യം പറഞ്ഞത്? അല്ല. ഓക്കെ. എത്ര നാളത്തെ പ്രണയം ഉണ്ടായിരുന്നു? ഒരു 3 മാസം. 3 മാസം. പാർവതിയുടെയും ആ ഒരു വ്യക്തിയുടെ അഭിമുഖം ഞാൻ കണ്ടതിലൂടെ പാർവതി പറയുന്നുണ്ട്, ഞങ്ങൾ 3 മാസം പ്രണയിച്ചു. ആളുകളുടെ ചിന്താഗതി ഞങ്ങൾ ബ്രേക്കപ്പ് ആകാനൊന്നും പോകുന്നില്ലല്ലോ, ഞങ്ങൾ 1 വർഷം ജീവിക്കും, 2 വർഷം ജീവിക്കും, മുന്നോട്ടുള്ള വർഷങ്ങളെല്ലാം ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കും. ആ പറഞ്ഞ വാക്കുകളാണോ ജീവിതത്തിൽ സംഭവിച്ചത്? അല്ല. എന്താ കാരണം നമുക്ക് ലൈഫിൽ എന്താണ് പറ്റാന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു കാര്യമാണ് ഇപ്പം നടന്നത്. എന്താ നടന്ന സംഭവം? എന്താ നടന്നു വെച്ചാൽ മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു ഇത് വന്നു. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഡിവോഴ്സ് എന്നൊരു ഇതിലേക്ക് ഞങ്ങൾ എത്തി. ഈ പണ്ടുള്ളവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, പ്രണയത്തിന് കണ്ണില്ല മൂക്കില്ല. അതിൽ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയല്ല, എല്ലാ പ്രണയവും അങ്ങനെയാണെന്ന് ഞാൻ പറയില്ല. എന്താ പറയുക, നമ്മൾ പ്രണയിച്ച് നല്ലപോലെ ജീവിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ അത് ഫ്ലോപ്പായി പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ കല്യാണം കഴിച്ചതുപോലെ ഡിവോഴ്സ് ആവുന്നവരുണ്ട്. അപ്പം അങ്ങനെ കണ്ണില്ല മൂക്കില്ല അങ്ങനെ ഞാൻ പറയുന്നതിന് അങ്ങനെ ഞാൻ യോജിക്കുന്നില്ല. പക്ഷേ നമ്മളെപ്പോഴും ഒരു കാര്യങ്ങൾ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ആലോചിച്ചും കണ്ട് മാത്രം തീരുമാനം എടുക്കുക. ഇപ്പം പാർവതിയുടെ ലൈഫ് എടുത്ത് നോക്കിയാൽ നല്ലൊരു കുടുംബം, നല്ലൊരു വൈബുള്ള ചേച്ചി അമ്മയാണെങ്കിലും സന്തോഷമായിട്ട് പോകുന്ന സമയത്ത് ഇങ്ങനെ ആ വ്യക്തിയുമായിട്ട് ഒളിച്ചോടി പോകുന്ന സമയത്ത് ആരോടെങ്കിലും സൂചിപ്പിച്ചിരുന്നു? ചേച്ചിയോടാണെങ്കിൽ പോലും? ഇല്ല, ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെയായിരുന്നു കല്യാണം. വരുന്ന കമന്റുകളൊക്കെ കാണാറുണ്ടോ? കാണാറുണ്ട്. വരുന്ന കമന്റിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ പാർവതിയുടെ ശ്രദ്ധയിൽപ്പെട്ട കമന്റ് ഇതായിരിക്കും, ഇത്രയും വർഷവും വളർത്തിയ വീട്ടുകാരെ മറന്നിട്ട് ഇന്നലെ മഴയിൽ തൊലിച്ച് വന്ന ആ അവൻ്റെ കൂടെ പോകുമ്പോൾ നീ എന്തോർത്തു എന്ന് ചോദിച്ചതിന് എന്താ മറുപടി പറയാനുള്ളത്? അപ്പോൾ ആ പ്രായത്തിൽ പറ്റിയ ഒരു തെറ്റ്, അത് എന്താ പറയുക, ഇപ്പോൾ നമുക്ക് ഓരോരോ പ്രായത്തിൽ നമുക്ക് ഓരോ മിസ്റ്റേക്സ് നമുക്ക് പറ്റും. നമ്മളെ ലൈഫിൽ എല്ലാവരും നമ്മൾ പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എന്താ പറയുക, എൻ്റെ ഒരു ഏജ്, ഞാൻ എല്ലാവരും പറയുന്നുണ്ട് ഞാൻ 18 വയസ്സിലാണ് പോയെന്നൊക്കെ കുറേ പേരൊക്കെ കമൻറ്റ് ഇടുന്നതൊക്കെ ഞാൻ കണ്ടു. പക്ഷെ 18 അല്ല, 21 വയസ്സിലാണ്
അപ്പോൾ എനിക്കത് വീട്ടിൽ പറയാനുള്ളൊരിത് എനിക്ക് എന്താ പറയുക പേടി അതുകൊണ്ട് അവർ സമ്മതിക്കുമോ? സമ്മതിക്കില്ല എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിൽ വന്നതുകൊണ്ട് ഞാനത് പറഞ്ഞില്ല. ഞാനിങ്ങനെ ഒരു തീരുമാനം പെട്ടെന്ന് തന്നെ എടുത്തു, കല്യാണത്തിലേക്ക് പോകാൻ. അങ്ങനെയാണ് പോയത്. അങ്ങനെ കല്യാണത്തിന് ശേഷം മൃദുലയാണെങ്കിൽ പോലും മെസ്സേജ് അയച്ചിട്ടുണ്ടോ? കല്യാണത്തിന് ശേഷം മിണ്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുത്തു ചേച്ചി. വീട്ടില് അമ്മയും അച്ഛനും ഒരു മാസം, അമ്മയൊക്കെ 2-3 ദിവസം കഴിഞ്ഞപ്പോഴേ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നെ. ഒന്നും പെറ്റതള്ളക്ക് മറക്കാൻ പറ്റത്തില്ല. അതെ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഒരു മാസമൊക്കെ ആയി അമ്മയൊക്കെ മിണ്ടി നേരെ വീട്ടിലൊക്കെ ഞാൻ വന്നു. അപ്പോഴും ചേച്ചി മിണ്ടിയിട്ടില്ല. കാരണം ഞാനും ചേച്ചിയാണ് എപ്പോഴും ഭയങ്കര ക്ലോസ്. എന്തുണ്ടെങ്കിലും ഞങ്ങൾ തമ്മിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക. പക്ഷെ ഈ ഒരു കാര്യം ഞാൻ ചേച്ചിയോട് പറയാതെ പാവത്തെ വരുന്ന ചതിച്ചതല്ല. അപ്പൊ എനിക്ക് അത് പറയാനുള്ളൊരു ഇത് എനിക്ക് ഒരു എങ്ങനെ പറയും, ഇല്ലെങ്കിൽ പറഞ്ഞാൽ ചിലപ്പോ വേണ്ട വെക്കൂ, അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതായിരുന്നു മനസ്സിൽ. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റിയില്ല. അതങ്ങനെയാണ് ഈ ഒരു ഇതിലൊക്കെ ഞാൻ തീരുമാനത്തിലേക്ക് എത്തിയത്, ഈ ഒരു കല്യാണം. അപ്പോഴും പാർവതി, ഞാൻ ചോദിക്കുന്നത്, ഞാൻ ഒരു വിവാഹം കഴിച്ചു, പ്രണയിച്ചോക്കെ, ആ വിവാഹം കഴിച്ച ഒരു വ്യക്തിയെ വേറെ ഒരു പുരുഷൻ വിവാഹം കഴിക്കാൻ കൊണ്ടുപോകുമ്പോൾ ആ ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ചിന്തിക്കത്തില്ലേ, അവർക്കൊരു കുഞ്ഞുണ്ട്, അവർ വിവാഹം കഴിച്ച് സന്തോഷത്തോടെ പോവുകയാണ്, അവിടെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് പിരിഞ്ഞെന്ന് പറയുന്നത് അത്ര സത്യസന്ധമായിട്ടുള്ള വാചകമാണോ? അതിനെപ്പറ്റി എനിക്ക് മനസ്സിലായപ്പോൾ എന്താണെന്ന് ചോദിച്ചത്. പക്ഷേ എനിക്ക് അതിനെപ്പറ്റി ഇപ്പോൾ കൂടുതൽ അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യമാണ്. അപ്പോൾ കൂടുതൽ എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഇന്ന് ഹാപ്പിയാണോ? ഹാപ്പിയാണ്. ഞാനും എൻ്റെ മോളും എൻ്റെ ചേച്ചി, അച്ഛൻ, അമ്മ എല്ലാവരുമായിട്ട് ഞാൻ ഹാപ്പിയാണ്. വീട്ടുകാരെയും സീരിയലും വിട്ട് ആ വ്യക്തിയോട് ഇറങ്ങിത്തിരിക്കുന്നു. പിന്നീട് ജീവിതം ഇതല്ല എന്ന് തിരിച്ചറിഞ്ഞ സമയത്ത് ഈ പറയുന്ന കൂട്ടുകാരൊന്നും കൂടില്ലാത്ത സമയത്ത് സ്വീകരിച്ചത് വീട്ടുകാർ തന്നെയല്ലേ? അതെ. ലൈഫിൽ ആരൊക്കെ ഉണ്ട് പാർവതി കൂടെ? ഇപ്പോൾ എൻ്റെ അച്ഛൻ, അമ്മ, ചേച്ചി, പിന്നെ ചേട്ടൻ, ഇത്രയും പേരാണ് എനിക്കുള്ളത്. അവർ തിരിച്ചു വന്നപ്പോൾ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്? ആദ്യം ഒരു തെറ്റ് പറ്റി, ഇനി അങ്ങനെ ഒരു തെറ്റ് ഒരിക്കലും പറ്റരുത് എന്ന് അവർ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ചെയ്തത്. ഞാൻ കുറേ ഫാമിലിയിൽ ഞാൻ കുറേ പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഫ്രണ്ട്സിലായിരുന്നാൽ പോലും ഒരുപാട് പേര് ഇതുപോലെ പോയിട്ട് ഇതുപോലെ എന്ന് വെച്ചാൽ ജീവിക്കാൻ പറ്റാണ്ട് തിരിച്ചു വരുന്നവരുണ്ട്. പക്ഷെ അതിലൊന്നും ഫാമിലി സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ, അമ്മ, ചേച്ചി, ഇത്രയും പേരാണ് എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ ചെയ്ത തെറ്റ് അവർ ഇപ്പോഴും അത് തെറ്റ് തന്നെയാണ്, ഞാൻ ചെയ്ത തെറ്റ് തന്നെ അതിപ്പോഴും പറയുന്നുണ്ട്. അവരെന്നെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുന്നുണ്ട്. പക്ഷെ അവരെന്നെ അക്സെപ്റ്റ് ചെയ്തു. തിരിച്ച് അവരെൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. എന്ത് കാര്യത്തിനും ഇപ്പം എൻ്റെ കൂടെ നിൽക്കുന്നത് അവരാണ്. അപ്പോൾ അതിൽ ഞാൻ ഹാപ്പിയാണ്. ഇപ്പോൾ ഞാൻ ഏറ്റവും എന്താ പറയുക, ഞാൻ ഭാഗ്യം ചെയ്തതാണ് അതിൽ. ഒരുപാട് കുട്ടികൾ ഇന്ന് ചെറിയ പ്രായത്തിൽ തന്നെ പ്രണയിക്കുന്നു, ഒളിച്ചോടുന്നു, പിന്നീട് ഇവർ തിരിച്ചു വരിക ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. പാർവതി തോന്നിയിട്ടുണ്ടോ? അതിൽ എക്സിഡൻ്റ് ആയി പോകുന്നവർ വിരലിലുണ്ടാവുന്ന ചുരുക്കം ചില ആളുകളേ ഉള്ളൂ. ശരിക്കും ഇന്നും പ്രണയിച്ച് ഒളിച്ചോടുന്ന വ്യക്തികളോട് പാർവതിക്ക് എന്തോ പറയുള്ളേ? നമുക്കപ്പോൾ ആ ഒരു ഏജിൽ നമുക്ക് പെട്ടെന്ന് തോന്നുന്ന ഒരു ഇതിലാണ് നമ്മൾ അങ്ങനെ ഒരു തീരുമാനം നമ്മൾ എടുക്കുന്നത്. നമ്മൾ കുറേ കൂടെ ഒന്ന് ആലോചിച്ച് നമ്മൾ തീരുമാനം എടുത്താൽ ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു ലൈഫിലൊരു ഇത് വരില്ല. കാരണം ഇപ്പോൾ എന്താ പറയുക, ഞാൻ ഇതുപോലെ തന്നെ കുറേ പേര് ഞാൻ ഇപ്പോൾ കാണുന്നുണ്ട്, ഒരു 18 വയസ്സ് കഴിയുമ്പോൾ തന്നെ ഇറങ്ങി പോവുക. അപ്പോൾ ഞാൻ ഉപദേശിക്കാനോ ഒന്നിനും ഞാൻ ആളല്ല. കാരണം ഞാനൊരു ഇത് ചെയ്തു വന്നത് ഇപ്പോഴും പറയുന്നത് ആ ഒരു അനുഭവം കൊണ്ടാണല്ലോ. അതെ, എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നത്, നമ്മൾ കാണുന്നതല്ല നമ്മളൊരു കല്യാണം കഴിഞ്ഞ് പോകുമ്പോഴുള്ള ലൈഫ് എന്ന് പറയുന്നത്. രണ്ടുപേരുടെ ഇടയിലും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുകൾ ഉണ്ടാവാം. പക്ഷെ അതൊക്കെ മനസ്സിലാക്കി പോകുന്നതാണ് ലൈഫ്. പക്ഷെ മനസ്സിലാക്കാൻ പറ്റാത്തടത്ത് അവിടെ ഒരു ഡിവോഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വേണ്ടി വരുന്നു. അതാണ് ഇപ്പോൾ പറ്റിക്കൊണ്ടിരിക്കുന്നത് എല്ലായിടത്തും. കൂടുതലും അഡ്ജസ്റ്റ് ചെയ്യാൻ ആൾക്കാർ ഇപ്പോൾ തയ്യാറാവുന്നില്ല. കൂടുതൽ നമ്മൾ എന്താ പറയുക, രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഒട്ടും പറ്റാതെ വരുമ്പോഴാണ് ഇങ്ങനെ ഒരു തീരുമാനം നമ്മൾ എടുക്കുക. ഈ അഡ്ജസ്റ്റ്മെന്റ് ആണോ വിവാഹ ജീവിതം? അഡ്ജസ്റ്റ്മെന്റ് ആണോ എന്ന് ചോദിച്ചാൽ കുറേ കാര്യങ്ങൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താലേ പറ്റുള്ളൂ. കാരണം രണ്ടുപേരും വേറെ വേറെ എന്താ പറയുക, വീട്ടിൽ നിന്ന് വരുന്നു, അവരുടെ ലൈഫ് സ്റ്റൈൽ വേറെയാണ്, ഇവരുടെ ലൈഫ് സ്റ്റൈൽ വേറെ. അപ്പോൾ രണ്ടുപേരും ഓരോ അഡ്ജസ്റ്റ്മെന്റിൽ പോയേ പറ്റും. പക്ഷേ കുറേ കാര്യങ്ങളിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല എന്ന് നമ്മുടെ എന്താ പറയുക, നമ്മുടെ തീരുമാനങ്ങൾ നമ്മൾ പറയാം, നമ്മൾ ഓപ്പണായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം നമ്മുടെ കാര്യങ്ങൾ. ഇപ്പം എനിക്കിതാണ് ഇഷ്ടം, അല്ലെങ്കിൽ ആൾക്ക് പുള്ളിക്ക് ഇതാണ് ഇഷ്ടം എന്നുള്ളത് പറയുക. രണ്ടുപേരും ഒട്ടും പറ്റുന്നില്ല എന്ന് വരുമ്പോഴാണ് ഓരോരുത്തർ ഡിവോഴ്സിലേക്ക് പോകുന്നത്. ഇനിയൊരു പ്രണയം പാർവതിയുടെ ജീവിതത്തിൽ ഉണ്ടാവുമോ? എൻ്റെ പൊന്നേ, അതെനിക്ക് എന്താ പറയാ, നമുക്ക് അതൊന്നും പറയാൻ പറ്റുന്നില്ല. പറയാൻ പറ്റത്തില്ലെന്നോ? അല്ല, പറയാൻ പറ്റത്തില്ല. മനുഷ്യരാണ്, നമുക്ക് ഒരാളടുത്ത് പ്രണയം തോന്നരുതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ഈ ഒരു അനുഭവം എനിക്കുണ്ട്. പക്ഷെ എനിക്ക് എന്താ പറയാ, നാളെ ഒരു സമയം ഇയാളെ പ്രേമിക്കരുത് എന്നൊന്നും
അതെ, ഒരു കോടതി ഒരു വക്കീലും എങ്ങും പറഞ്ഞിട്ടില്ല. ഇല്ല, പറഞ്ഞിട്ടില്ല. നമുക്ക് ഞാൻ ഓപ്പൺ ആയിട്ട് ഞാൻ പറയണേ, നമുക്ക് ഒരു മനുഷ്യൻ നമുക്ക് അതാണ് പാർവതി എനിക്ക് ഏറ്റവും ഇഷ്ടം, അല്ലെ പ്രേക്ഷകർക്ക് ഇഷ്ടം, തുറന്ന് സംസാരിക്കും. അതെ, ഞാൻ തുറന്ന് സംസാരിക്കും. നമ്മൾ ഒരിക്കലും ഞാൻ നല്ലതാണ് എന്ന് പറഞ്ഞ് ഞാൻ ഇരിക്കുന്നില്ല. എന്ന് വെച്ചാൽ ഇനി ഒരിക്കലും ഞാൻ ഒരാളെ പ്രണയിക്കില്ല, അല്ലെങ്കിൽ എനിക്കൊരു ഇഷ്ടം എന്ന് വെച്ചാൽ ഞാൻ പ്രണയിക്കാൻ പോകുന്നതല്ല, ഒരു അനുഭവം എനിക്ക് കിട്ടി. അപ്പം അതോടെ ഇപ്പം എനിക്കെല്ലാം മതിയായി, ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ. ചൂടുവെള്ളത്തിൽ ചാടിയ പൂച്ച ഒന്ന് പേടിക്കുമല്ലേ? പേടിക്കും, അത്രേ ഉള്ളൂ. ഇനി എന്ത് തീരുമാനം എടുത്താലും ആലോചിച്ച് മാത്രം ഒരു തീരുമാനം എടുക്കുള്ളൂ. വീട്ടുകാരും കൂടെ കാണും. കൂടെ കാണും. അത് പക്ഷെ തിരിച്ചറിയാൻ കുറച്ച് സമയം എടുത്തല്ലേ ജീവിതത്തിൽ? അതെ, എടുത്തു. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു, പാർവതിയുടെ ഫാൻസുകാർ തന്നെ സപ്പോർട്ട് ചെയ്യുന്നു. ആ ഒരു വ്യക്തിയുടെ പേരും പാർവതിയുടെ പേരും കൂടി ചേർന്നാണ് ആ യൂട്യൂബ് ചാനലിന് പേരിട്ടേക്കുന്നത്. ആ ഒരു യൂട്യൂബ് ചാനലിന്റെ പേരിന് ഒരു മാറ്റം കാണുമോ? ഉറപ്പായിട്ടും. ഞാനത് എൻ്റെ ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂട്യൂബ് ചാനലിൽ. അപ്പോൾ പേരിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു കറക്റ്റ് ഒരു പേര് എനിക്ക് കിട്ടുന്നില്ല. അപ്പം അത് കിട്ടിയ ഉടനെ തന്നെ ഞാൻ ആ ഒരു പേര് ഞാൻ മാറ്റും. ഈ കുടുംബവിളക്ക് സീരിയല് ജനങ്ങൾ ഏറ്റെടുത്തു, കഥാപാത്രമായി സ്വീകാര്യത കിട്ടി വരുന്ന സമയത്ത് പിന്നീട് സംഭവിച്ചത് എന്തുവാ? ഒരു കുഞ്ഞൊക്കെ ആയതിനു ശേഷം പിന്നെ അഭിനയിക്കണമെന്നൊരു ആഗ്രഹം കാണും അല്ലേ? തീർച്ചയായിട്ടും. തിരിച്ചു വരുന്ന സമയത്ത് ആൾക്കാർ ഏറ്റെടുത്തിരുന്നു ശരിക്കും? തിരിച്ചു വരുന്ന സമയത്ത് അതെ, ഞാനിപ്പോൾ മാനത്തെ കൊട്ടാരം എന്ന് പറയുന്ന സി കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു നെഗറ്റീവ് ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം തിരിച്ചു വന്നപ്പോഴത്തേക്കും അതേപോലെ തന്നെ ആൾക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പം അതിലൊരുപാട് സന്തോഷം. റിയൽ ലൈഫിൽ ഒരു പൊട്ടിയായിരുന്നു പാർവതി? അല്ല, പൊട്ടത്തരങ്ങളൊക്കെ ഒരു പ്രായത്തിൽ സംഭവിച്ചല്ലേ? അതെ, ഒരു പ്രായത്തിൽ അതൊക്കെ നമുക്ക് സംഭവിച്ചു. നമ്മളത് ആ ഒരു ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നമുക്ക് ലൈഫ് എന്താന്നുള്ളത് നമുക്ക് മനസ്സിലായി. നമ്മുടെയൊക്കെ മനുഷ്യരുടെ ജീവിതം എന്ന് പറയുമ്പം ഒരു സമയത്ത് സന്തോഷം, ഒരു സമയത്ത് ദുഃഖം, ഇങ്ങനൊരു കുന്നാണെങ്കിൽ കയറ്റമിറക്കം ഉള്ളത് പോലാണല്ലോ ജീവിതങ്ങൾ പോകുന്നത്. ശരിക്കും ഇന്നും ഓർമ്മയിലുള്ള ഏറ്റവും വലിയ സങ്കടം എന്തായിരിക്കും? എന്താ പറയുക, സങ്കടം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പം ഏറ്റവും കൂടുതൽ എല്ലാം മനസ്സിലായി ഞാൻ ആ ഇറങ്ങിപ്പോയ ആ ഒരു ടൈം. അത് ഞാൻ എൻ്റെ വീട്ടുകാരോട് ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റായിരുന്നു. അതാണ് ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് ഇപ്പോഴും. അതങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് എനിക്കിപ്പോൾ അത് തോന്നുന്നുണ്ട്. എന്നാലും അത്രയും നാൾ സ്നേഹിച്ച വ്യക്തി പോയപ്പം വിഷമമില്ല? വിഷമം ഇല്ലാന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഉറപ്പായിട്ടും എൻ്റെ ഹസ്ബൻഡ് ആയിരുന്നല്ലോ. അപ്പോൾ പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാണ്. അപ്പം വിഷമം ഇല്ലാന്നൊന്നും ഞാൻ പറയില്ല, വിഷമമുണ്ട്. അതൊക്കെ ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടിയല്ല ഞാൻ മാറ്റി വെച്ച് ഞാൻ എൻ്റെ ലൈഫ് മുന്നോട്ട് ഞാൻ പോകാൻ. നമ്മളെല്ലാം കൂടെ ഉണ്ട് കേട്ടോ. എൻ്റെ പേഴ്സണൽ ഒരു ഡൗട്ട് ഞാൻ ചോദിക്കും കേട്ടോ. ഇപ്പം ഞാനിപ്പം പാർവതിയെ സ്നേഹിക്കുന്നു, നമ്മൾ രണ്ടുപേരും തീരുമാനം എടുക്കുന്നു ഒളിച്ചോടാൻ. ഓക്കെ, നമ്മൾ ഒളിച്ചോടുന്നു. അപ്പം ഈ ഓടുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ പോകുന്ന സമയത്ത് ആ ഒരു മൈൻഡ് എന്തായിരിക്കും? അപ്പം നമ്മൾ വേറെ ഒന്നും ചിന്തിക്കില്ല. നമ്മളെ ചുറ്റും അവിടെ അപ്പനെന്നോ അമ്മയെന്നോ ഒന്നും ചിന്തിക്കുന്നില്ല. നമ്മുടെ മനസ്സിൽ അതൊന്നും നമ്മൾ ചിന്തിക്കില്ല. നമ്മൾ എങ്ങനെയെങ്കിലും നമുക്കൊന്ന് പോയാൽ മതി എന്നൊരു തോന്നൽ, നമ്മൾ അങ്ങനെ അങ്ങ് പോകും. പക്ഷേ കുറേ കഴിയുമ്പോഴത്തേക്കും ഞാൻ പിന്നെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ എങ്ങനെയാണ് അപ്പോൾ ഇറങ്ങി വന്നത് എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അത് ആലോചിക്കാൻ എനിക്ക് ടെൻഷൻ, എനിക്ക് നെഞ്ചിരിക്കാൻ തുടങ്ങി. ഞാൻ എന്ത് ധൈര്യത്തിലാണ് ഞാൻ ഇറങ്ങി പോയത് എന്നുള്ളത്. പിന്നെ അപ്പം ആ ഒരു സെക്കൻഡ് നമുക്ക് തോന്നുന്ന ഇതിലാണ് അത് ചെയ്യാം. നമ്മളിപ്പോൾ എന്താ പറയുക, ഓരോരുത്തർ പറയും നമുക്ക് ഇപ്പോൾ സൂയിസൈഡ് ചെയ്യണോ നമ്മൾ തോന്നും. അപ്പം ആ ഒരു സെക്കൻഡ് നമ്മൾ തോന്നും, നമ്മൾ ചെയ്യും. അതെത്ര ധൈര്യശാലിയാണെങ്കിലും അല്ലേ? അതെ അതെ, അപ്പം ആ ഒരു സെക്കൻഡ് നമുക്ക് തോന്നുന്നത്. അപ്പം അതുപോലെ തന്നെയാണ് ഓരോ കാര്യങ്ങളും. അതുകൊണ്ടാണ് ആലോചിച്ചും കണ്ടും മാത്രം തീരുമാനം എടുക്കുക എന്ന് ഞാൻ ഇപ്പോൾ പറയുന്നത്. ഇപ്പം വിവാഹം കഴിച്ചവരാണെങ്കിൽ പോലും ഭർത്താവ് ഭാര്യ വീട്ടിലോ ഭാര്യ ഭർത്താവിൻ്റെ വീട്ടിൽ പോകുന്നത് തന്നെ എല്ലാവർക്കും ഒന്ന്, കാരണം പുതിയൊരു വീട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു ഭവനത്തിൽ ചെന്നതിന് ശേഷം സ്വന്തം വീട്ടിൽ കിട്ടുന്നൊരു സന്തോഷം മറ്റൊരിടത്ത് കിട്ടത്തില്ലല്ലോ. അവിടെ എന്തുവായിരുന്നു ഫീൽ ചെയ്തത്? സ്വന്തം ചങ്ക് പോലെ സ്നേഹിക്കുന്ന ചേച്ചിയില്ല, അമ്മയില്ല. അത് കഴിഞ്ഞ് അവിടെ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ ഭയങ്കര വിഷമമായിരുന്നു. കാരണം അച്ഛനമ്മയൊക്കെ ഇങ്ങനെ ഞാൻ എന്താ പറയുക അവരോടും പറയാണ്ട് അത് കഴിഞ്ഞ് എന്താ പറയുക ഭയങ്കര വിഷമമായിരുന്നു. അതൊക്കെ ആലോചിച്ച് പിന്നെ കുറേ കരഞ്ഞിട്ടൊക്കെ ഉണ്ട്. പിന്നെ ആലോചിച്ചു ഇനി കരഞ്ഞിട്ട് ഇനി കാര്യമില്ല, ഞാൻ എന്തായാലും വന്നു, ഇനി അങ്ങോട്ടുള്ള ജീവിതം ജീവിക്കുക, അത്രേ ഉള്ളൂ. അവർ മിണ്ടും സംസാരിക്കും, പിന്നെ വീട്ടിൽ പോവും, പിന്നെ കുഴപ്പമില്ലാണ്ട് ഞങ്ങൾ ഈ പ്രണയിച്ച് മുന്നോട്ട് ജീവിച്ച സമയത്ത് ഇതൊന്നിച്ച് പോകത്തില്ലെന്നൊരു തീരുമാനമെടുക്കുന്ന എപ്പോഴായിരുന്നു? അങ്ങനെ ചോദിച്ചാൽ നമുക്കിപ്പോൾ ഓരോ വഴക്കുണ്ടാകുമ്പോഴും നമുക്ക് മനസ്സിൽ തോന്നും ചിലപ്പോൾ ഇത് മുന്നോട്ട് പോവില്ല എന്ന് നമുക്കിങ്ങനെ തോന്നും. പക്ഷെ അപ്പോഴൊന്നും ഒരു തീരുമാനമൊന്നും എടുത്തിട്ടൊന്നുമില്ല. പിന്നെ ഒരു 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 ഇത് വന്നു എനിക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കും. കാരണം കുറേ നാളത്തെ മനസ്സിലിങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് ആ ഒരു, ഞാൻ എപ്പോഴെങ്കിലും ആ ഒരു തീരുമാനം എടുക്കും എന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഒരു തീരുമാനം എടുത്തു. ഇങ്ങനൊരു തീരുമാനം എടുത്ത സമയത്ത് ആ വ്യക്തിയാണെങ്കിൽ പോലും ഒന്നും പറഞ്ഞില്ല, പാർവതി നമുക്കൊന്നുകൂടെ ഒന്ന് ചിന്തിക്കാം ഒന്നും പറഞ്ഞില്ല? പാർവതി തിരിച്ചും പറഞ്ഞിട്ടില്ല?
എന്താ ആ പറയുക, ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു. ഇല്ല, ചിന്തിക്കേണ്ട കാര്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കൂടുതൽ അതിനോട്ട് ഞാൻ പോയിട്ടില്ല. കൂടുതൽ ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയില്ല. ഇന്ന് സന്തോഷമായിട്ട് പോകുന്നു. ആ, പുതിയ സീരിയലുകൾ എന്തൊക്കെയാ? സീരിയലോ, മാനത്തെ കൊട്ടാരം സീ കേരളത്തിൽ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി എന്തുവാണ് ഏറ്റവും വലിയ ആഗ്രഹം ജീവിതത്തിൽ? ഇനി എനിക്ക് ഒരു ആഗ്രഹം, എനിക്ക് പണ്ട് മുതലേ ഉള്ള ആഗ്രഹം എന്ന് വെച്ചാൽ MBA എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ എനിക്ക് അത് ചെയ്യണം എന്നുണ്ട്. ഈ പോയ സമയത്ത് പഠനം നഷ്ടപ്പെട്ടിരുന്നോ? ഡിഗ്രി കംപ്ലീറ്റ് ആയിട്ടാണ് പോയത്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. പക്ഷേ അങ്ങോട്ടുള്ള പഠിത്തം നടന്നില്ല. MBA എടുക്കണമെന്നുള്ളത് നടന്നില്ല. അത് ഇനി അങ്ങോട്ട് എനിക്ക് നടത്തണമെന്നുണ്ട്. പിന്നെ എൻ്റെ കുഞ്ഞിന് നല്ലൊരു എഡ്യൂക്കേഷൻ കൊടുക്കണമെന്നുണ്ട്. അവളിപ്പോൾ 3 വയസ്സ് കഴിഞ്ഞു. അവളെ നല്ല സ്കൂളിൽ വിട്ട് നല്ലപോലെ പഠിപ്പിക്കണം എന്നുണ്ട്. കുഞ്ഞിനറിയോ അച്ഛൻ പോയത്? അല്ല, അവൾക്ക് ഇപ്പം അങ്ങനെ എന്തറിയാനാണ്, അവൾക്ക് വലുതായിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവൾക്ക് അറിയില്ല. ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞു, അങ്ങനെ സംസാരിക്കരുത്, മിണ്ടരുത്, അങ്ങനെയൊന്നും ഞാൻ പറയാനൊന്നും പോയിട്ടില്ല. അവളുടെ അച്ഛനാണ്, അവൾക്ക് സംസാരിക്കാം, അതൊന്നും പ്രശ്നമില്ല. ഇത്രയും ഉള്ളിൽ വിഷമം ഇരുന്നിട്ട് എങ്ങനെ ഇങ്ങനെ ചിരിക്കാൻ പറ്റുന്നത് പാർവതി? കാര്യം ചെയ്തിട്ട് കാര്യമില്ലല്ലോ. കരയുന്ന സമയങ്ങളൊക്കെ എപ്പോഴാണ്? ആരും ഇല്ലാത്തപ്പം പട്ടി മൂങ്ങുന്ന പോലെ തിരുന്നു പോകും. അത് ഓപ്പണായിട്ട് ചെയ്യാൻ പറയാം. കരയുന്ന സമയം രാത്രി ആയിരിക്കും, ചിലപ്പോൾ രാത്രി ഇരുന്നിട്ട് കരഞ്ഞ് അങ്ങ് തീർക്കും. പിന്നെ നമ്മൾ അതായിരുന്നു ആലോചിച്ചിട്ട് കാര്യമില്ല. ഈ വന്ന കമൻറ്റുകളിൽ ഏറ്റവും ഇറിറ്റേഷൻ തോന്നിയതും ഏറ്റവും വിഷമം തോന്നിയതും ഇന്ന് ഉള്ളിലുള്ളൊരു കമൻറ്റ് ഏതായിരിക്കും ആളുകൾ ഇട്ടതിൽ? കുറേ കമൻറ്റ്സ് വരുന്നുണ്ട്. കുറേ പേര് നല്ല കമൻറ്റ്സ് ആയിരുന്നു. എനിക്ക് സപ്പോർട്ട് ചെയ്ത് കുറേ കമൻറ്റ്സ് ഉണ്ടായിരുന്നു. അല്ലാണ്ട് ചിലവരിങ്ങനെ കുത്തി പറയും. നമ്മൾ ഇപ്പോൾ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കാണ്ട് നീ ഇറങ്ങിപ്പോയതല്ലേ, ഇറങ്ങിപ്പോയതല്ലേ, എന്നിട്ട് ഇങ്ങനെ വരുള്ളൂ എന്ന് ഞങ്ങൾക്ക് അപ്പോഴേ അറിയായിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കമൻ്റ് ഒക്കെ വരുന്നത് എനിക്ക് ചിലതൊക്കെ ഭയങ്കരമായിട്ട് ഹേർട്ട് ആവാറുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ആ സമയം നമ്മൾ ഇങ്ങനെ നടക്കുമെന്ന് വിചാരിച്ചിട്ടല്ല നമ്മൾ പോകുന്നത്. നന്നായിട്ട് ജീവിക്കണം എന്ന് വിചാരിച്ചാണ് നമ്മൾ പോകുന്നത്. അല്ലാതെ ഇങ്ങനെ ഡിവോഴ്സ് ആവാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞ ഒരാൾ കല്യാണം കഴിക്കും, അങ്ങനെ പോകേണ്ട ആവശ്യമില്ലല്ലോ. അതെ. അപ്പൊ അങ്ങനെ പറയുമ്പോൾ എനിക്ക് വിഷമം. പക്ഷെ പാർവതി യൂട്യൂബ് ചാനലിൽ ആ വീഡിയോ ഇട്ട സമയത്ത് നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തിയത് കൂടുതൽ പേര് സപ്പോർട്ടായിരുന്നു പാർവതിക്ക്. അത് കണ്ടിരുന്നോ? പാർവതി ആണെങ്കിലും ഇപ്പം വരുന്ന ന്യൂസുകൾ കാണുന്നുണ്ടായിരിക്കും. അമ്മായിമ്മ പോര്, പാർവതിയുടെ ഭർത്താവിന് സ്വന്തം കുഞ്ഞിനെ കാണാൻ സാധിക്കത്തില്ല, പാർവതി നിരന്തരം പൈസ ചോദിക്കുന്നു. ഇങ്ങനെ വ്യാജ ന്യൂസുകൾ ഇറക്കുന്നവരോട് ഈ നിമിഷം എന്തുവാ പറയാനുള്ളത്? ഞാൻ എൻ്റെ ആ ഒരു ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇടയ്ക്ക് ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ന്യൂസായിട്ട് ഇങ്ങനെ ഇറക്കരുത്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ അവർക്ക് അറിയാന്നുള്ള കാര്യമാണെങ്കിൽ പ്രശ്നമില്ല. ഇതിപ്പോൾ അറിയാത്ത കാര്യങ്ങളാണ് ഓരോന്നും പറഞ്ഞ് അവരുടെ ചാനലിൽ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ടിട്ട് എന്ത് കാര്യമെന്നാണ് മറ്റുള്ളവരുടെ ലൈഫിലേക്ക് വന്നിട്ട് അവരിങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, ആവശ്യമുള്ള കാര്യങ്ങൾ ഇട്ടാൽ നമുക്ക് പ്രശ്നമില്ല. പക്ഷേ ഞാൻ കുറേയൊക്കെ കണ്ടായിരുന്നു, ഇത് എന്തെന്നാ അമ്മായിയമ്മയോടുള്ള സ്നേഹം കണ്ടോ, ഇതുപോലെ തന്നെ അമ്മായിയമ്മയുടെ സ്നേഹം കണ്ടോ, ഞാൻ ഇത്ര പൈസ ചോദിക്കുന്നത്, എനിക്കതിൻ്റെ ആവശ്യമില്ല, ഞാനൊന്നും ചോദിച്ചിട്ടുമില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല. അപ്പം എന്താ പറയുക, ആള് കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ട്, വീഡിയോ കോളിൽ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ടൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത് ആവശ്യമില്ലാത്ത ന്യൂസുകളൊന്നും ഇങ്ങനെ എന്താ പറയുക. അതിലൊരു ചാനൽ, ഞാൻ പേര് പറയുന്നില്ല, മൃദുലയ്ക്കും പാർവതിക്കും അല്ലെ പാർവതിയുടെ ഹസ്ബൻഡിനും അറിയാത്ത കാര്യങ്ങൾ അവർക്കറിയാം, ചുമ്മാ അടിച്ചു വിടുന്നത് ശ്രദ്ധയിൽപ്പെട്ടോ? ശ്രദ്ധപ്പെട്ടായിരുന്നു. പിന്നെ ഞാൻ കൂടുതലും ഞാൻ എന്താ പറയുക മൈൻഡ് ചെയ്തില്ല. പിന്നെ എനിക്ക് സഹിക്കാൻ വയ്യാണ്ടായപ്പോഴാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാനിങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇട്ടത്, അവർക്ക് വേണ്ടിയിട്ടുള്ള മറുപടി എന്നും പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടു. നിങ്ങൾ വേർപെട്ടതിന് ശേഷം ഒരുപാട് ഫാൻസുകാർ പാർവതിയോട് ചോദിച്ചു, പേടിച്ചിട്ടാണോ വീഡിയോ ഇടാത്തത്, അല്ലെങ്കിൽ പാർവതിയുടെ തെറ്റുണ്ടായിട്ടാണോ വീഡിയോ ഇടാത്തത്? ശരിക്കും വീഡിയോ ഇടാൻ ലേറ്റ് ആയതിൻ്റെ കാര്യം എന്തുവായിരുന്നു? വീഡിയോയുടെ അതിനൊരു ഫൈനൽ ഡിസിഷൻ എത്തിയിട്ട് വീഡിയോ ഇടാമെന്നാണ് വിചാരിച്ചത്. കാരണം നമ്മൾ ചാടിക്കറി ഇട്ടിട്ട് കാര്യമില്ലല്ലോ, നമ്മളെല്ലാം ആലോചിച്ചും, ഞാൻ പറയില്ല ആലോചിച്ചും കണ്ടു, ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം ആലോചിച്ച് മാത്രമേ ചെയ്യുള്ളൂ. അപ്പം അതുകൊണ്ട് ആലോചിച്ചിട്ടൊക്കെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് അത്രയും ലേറ്റ് ആക്കിയത്. ഞാൻ ഇനി തമാശയ്ക്ക് പോലും എടുത്തിയാടി ഒരു തീരുമാനം അല്ലേ? ഇല്ല, എല്ലാം ആലോചിച്ച് മാത്രമേ ഇനി എടുക്കുള്ളൂ. പഠിച്ചു. ഈ നമ്മുടെയൊക്കെ ലൈഫിൽ ചില വ്യക്തികളെ നമുക്ക് കുറേ ഉപദേശങ്ങൾ തരും, നമ്മൾ ആ ഉപദേശം കേൾക്കാൻ നമ്മുടെ ലൈഫിൽ വന്നാലേ നമ്മൾ പഠിക്കത്തുള്ളൂ. അങ്ങനെ ഒരു വ്യക്തിയാണോ പാർവതി? അതെ, ഇപ്പോൾ ഒരാൾ എൻ്റെ ലൈഫിൽ വന്നു, ഞാനിപ്പോൾ ലൈഫ് എന്താന്നുള്ളത് ഞാൻ പഠിച്ചു, ആള് പോയി, അത്രേ ഉള്ളൂ. ഞാനിപ്പോൾ ജീവിതം എന്താന്നുള്ളത് ഞാൻ നല്ലപോലെ അറിഞ്ഞു പഠിച്ച ഒരു ജീവിതം എന്തായിരിക്കും? അറിഞ്ഞു പഠിച്ച ഒരു ജീവിതം എന്താന്ന് നമ്മളിപ്പോൾ ഈ കാണുന്നതല്ല. നമ്മുടെ ഈ പ്രണയിക്കുന്ന സമയത്തെ ചക്കരെ മുത്തേ നമ്മൾ ജീവിതകാലം മുഴുവൻ നിൻ്റെ കൂടെ ഉണ്ടടി, എന്ത് കുറവുണ്ടെങ്കിലും പറഞ്ഞോണം എന്ന് പറയുന്ന വ്യക്തികളാണോ പിന്നെ കല്യാണം കഴിച്ചു കഴിയുമ്പം? വിവാഹ ജീവിതവും പ്രണയവും തമ്മിലുള്ള ഏറ്റവും വലിയ ഡിഫറൻറ്റ് കണ്ട എന്തുവാ? അതെ, പ്രണയിക്കുന്ന സമയത്ത് കുറെ ഇങ്ങനത്തെ വാക്കുകൾ കുറെ പറയും. എന്തൊക്കെ?
ഇതുപോലെ എപ്പോഴും കൂടെ ഉണ്ടാവും, ഒരിക്കലും ചതിക്കില്ല. അല്ലെങ്കിൽ എന്താ പറയുക, ഇതുപോലെയാണ് ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ കുറേ വാക്കുകളൊക്കെ കേൾക്കാം. പക്ഷെ അത് കഴിഞ്ഞ് ലൈഫിലേക്ക് വരുമ്പോൾ അത് നമുക്കിപ്പം നമ്മൾ ആരെയും കുറ്റം പറയാൻ നമുക്ക് പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ലൈഫിലേക്ക് പോകുമ്പോൾ കുറേ റെസ്പോൺസിബിലിറ്റി നമുക്ക് കൂടും. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ വിട്ടിട്ട് ആ ഒരു ഇതിലേക്ക് നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും നമ്മൾ. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഈ വിവാഹ ജീവിതത്തിന് ശേഷം പൈസയ്ക്ക് പൈസ വേണോ? ഉറപ്പായിട്ടും നമുക്ക് ജീവിക്കണമെങ്കിൽ പൈസ വേണമല്ലോ. ഈ പൈസയുടെ ഒരു വാല്യൂ തിരിച്ചറിഞ്ഞപ്പോഴാണ് ജീവിതത്തിൽ? എനിക്കൊരു ജോലി ഇല്ലാതിരുന്നപ്പോഴത്തേക്കും ഞാൻ മനസ്സിലാക്കി. അപ്പോഴും ഭർത്താവിനൊരു ജോലിയില്ലേ? അല്ല, എപ്പോഴും ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും എന്നോട് പറയുമായിരുന്നു, നമ്മൾ പഠിച്ചൊരു ജോലി വാങ്ങി നമ്മൾ കല്യാണം കഴിച്ച് പോയാലേ നമുക്കൊരു വാല്യൂ ഉള്ളൂ എന്ന് നമ്മൾ എപ്പോഴും നമ്മൾ പറയും. അപ്പം നമ്മളപ്പോൾ വിചാരിക്കുക അതെന്തിനാ അങ്ങനെ പറയണം, നമുക്ക് ഭർത്താവ് ഉണ്ടല്ലോ, നമുക്ക് അങ്ങനെ ചോദിച്ചൂടെ എന്നൊക്കെ വെച്ചാൽ. അങ്ങനെയല്ല, നമുക്ക് ഭർത്താവുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയല്ല, നമ്മൾ സപ്പോർട്ട് ചെയ്യും. പക്ഷേ അതുപോലെ അല്ല, നമുക്ക് നമ്മുടെ കയ്യിൽ നമുക്കായിട്ടെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചിലവാക്കാൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു വാല്യൂ ഉള്ളൂ നമ്മുടെ ലൈഫിൽ. നിങ്ങൾ എത്ര കാലം ഒരുമിച്ച് ജീവിച്ചു? ഒരു 3.5 വർഷം. 3.5 വർഷത്തോളം ഒരുമിച്ച് ജീവിച്ചു. ആ വ്യക്തി ഇന്ന് ഇത് കാണുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എനിക്ക് ഞാൻ ഒന്നുമില്ല, നന്നായിട്ട് ജീവിക്കുക, അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. അല്ല അങ്ങനെ ഇതല്ല, നന്നായിട്ടിരിക്കും. എനിക്ക് അത്ര മാത്രം. എനിക്ക് ഇപ്പോൾ ആള് നശിച്ചു പോകണം അങ്ങനെയൊന്നും എനിക്ക് ആഗ്രഹമില്ല. നന്നായിട്ട് ജീവിക്കും, അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. വേറെ ഒന്നും. ഒരു പക്ഷെ ആ വ്യക്തി മുന്നോട്ടുള്ള ജീവിതത്തിൽ ഞാൻ ചെയ്തത് തെറ്റായി പോയി തിരിച്ച് വന്നാൽ ആ വാതിൽ തുറക്കുമോ? ഇല്ല, അത് ക്ലോസ് ആയൊരു ചാപ്റ്ററാണ്, അതങ്ങ് ക്ലോസ് ചെയ്തു ഞാൻ. ഇനി തിരിച്ചു വന്നാലും ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. അത് ഞാൻ എന്താ പറയുക, ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അത് ഒരിക്കലും ഞാനത് തുറക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇത്രയും വിഷമം വെച്ചിട്ട് ഈ ചിരിക്കുന്ന ചിരി, ഒരുപാട് കരഞ്ഞു, അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ചിരിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കണം ഞാൻ. പാർവതി ഇതുവരെ സപ്പോർട്ട് ചെയ്ത, പാർവതി ഇനിയും ജീവിതത്തിൽ സ്നേഹിക്കുന്ന പ്രേക്ഷകരോട് എന്തോ പറയാനുള്ളത്? എന്നെ ഇതുപോലെ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. എന്താ പറയുക, എന്താ പറയുക, എന്നെയും എൻ്റെ കുഞ്ഞിനെ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പാർവതി ഈ ചിരിച്ച മുഖം മുന്നോട്ടും തുടരുക. ഒരുപാട് സീരിയലുകൾ ഇനി പാർവതിയെ തേടി വരട്ടെ. കഴിഞ്ഞ കാലങ്ങളെല്ലാം മറക്കുക. ഓക്കെ, ഇനി പുതിയൊരു ചാപ്റ്റർ പോലെ ജീവിതത്തിൽ സന്തോഷമായിട്ട് പോകുക. മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു.